രാഹുൽ മാങ്കൂട്ടത്തെ കോൺഗ്രസിൽ നിന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ ഭാഗമായി MLA ആയ രാഹുൽ മാങ്കൂട്ടത്തെ MLA സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കാൻ കോൺഗ്രസ് ആവശ്യപ്പെടണം. അദ്ദേഹത്തിൻ്റെ രാജി കോൺഗ്രസ് ആവശ്യപ്പെടണം. ഇതുവരെ അത്തരമൊരു പ്രശ്നം കോൺഗ്രസ് ഉയർത്തിയിട്ടില്ലല്ലോ. അപ്പോൾ കോൺഗ്രസ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം കോൺഗ്രസുമായി ബന്ധമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും രാഹുൽ മാങ്കൂട്ടത്തിന് ആവശ്യമായിട്ടുള്ള സംരക്ഷണം ഒരുക്കുന്നത് കോൺഗ്രസ് തന്നെയാണ്. ഇത് യഥാർത്ഥത്തിൽ കേരളത്തിലെ പോലീസ് സംവിധാനത്തെ വലിയ തോതിൽ പ്രശംസിക്കുന്ന ഒരു നടപടിയാണ്, പ്രശംസിക്കേണ്ടുന്ന നടപടിയാണ്. ആരും അറിയാതെ ഇദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കാൻ പോലീസിന് കഴിഞ്ഞു എന്നുള്ളത്. പാലക്കാട്ടുള്ള ഒരു ഹോട്ടൽ മുറിയിൽ വെച്ച് പോലീസ് വളരെ ആസൂത്രിതമായി അവർ നീങ്ങിയതിൻ്റെ ഫലമായി വളരെ രഹസ്യമായി അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യൽ നടപടികൾ തുടരുകയാണ്. വീണ്ടും പരാതിയുടെ അടിസ്ഥാനം ഇപ്പോൾ 2 കേസിൽ രാഹുൽ മാങ്കൂട്ടം മുൻകൂർ ജാമ്യം നേടിയിട്ടുണ്ട്. 3ാമത്തെ കേസാണിത്. ഈ കേസിനകത്ത് പോലീസ് വളരെ സമർത്ഥമായ അന്വേഷണം നടത്തി ഈ പ്രതിയെ പിടികൂടി നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരികയാണ്. യഥാർത്ഥത്തിൽ കേരളത്തിലെ പോലീസിനെ പ്രശംസിക്കണ്ടേ? എന്താ ഈ കാര്യത്തിലുള്ള കോൺഗ്രസിൻ്റെ നിലപാട്? കോൺഗ്രസിൻ്റെ നിലപാട് അവർ വ്യക്തമാക്കണം. കോൺഗ്രസിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തെ ഒഴിവാക്കി പുറത്താക്കി ഇനി കോൺഗ്രസിനൊരു ബന്ധമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ MLA പദവി നിലനിൽക്കുന്നത്. ഇയാളെ സസ്പെൻഡ് ചെയ്തതിന് ശേഷം MLA എന്നുള്ള നിലയിൽ നിയമസഭയ്ക്കകത്ത് പങ്കെടുത്തല്ലോ. ഒരു സാധാരണ നിലയിൽ സാധിക്കുന്ന ഒരു കാര്യമാണോ? അങ്ങനെ പങ്കെടുത്ത സന്ദർഭങ്ങളിലും ആവശ്യമായ സംരക്ഷണം ഒരുക്കിയത് കോൺഗ്രസ് തന്നെയാണ്. അതുകൊണ്ട് കോൺഗ്രസിൻ്റെ വികൃത മുഖമാണ് ഈ കേസിൻ്റെ ഭാഗമായിട്ടും പ്രകടമായി വരുന്നത്. കോൺഗ്രസിന് ഇതിൽ നിന്നുള്ള അല്ലെങ്കിൽ കോൺഗ്രസിന് രാഹുൽ മാങ്കൂട്ടത്തെ കൊണ്ട് രാജിവെപ്പിക്കണം കോൺഗ്രസ്. അത് അയാളുടെ വ്യക്തിപരമായ അഭിപ്രായമാണെന്ന് പറയേണ്ട കാര്യമാണോ? വേറെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ആണെങ്കിൽ അവരുടെ പാർട്ടി ഈ നിലപാട് വ്യക്തമാക്കില്ലേ? അപ്പോൾ ഇത്തരം ഒരു പ്രശ്നത്തിൽ കോൺഗ്രസിൻ്റെ സമീപനത്തിൽ അങ്ങേയറ്റത്തെ സംശയമുണ്ട്. ആ സംശയം ദൂരീകരിക്കുന്നതിനുള്ള ഉത്തരവാദിത്വം കോൺഗ്രസിൻ്റെ നടപടികളിലൂടെ സ്വീകരിക്കേണ്ടതാണ്. രാഹുൽ മാങ്കൂട്ടത്തെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് അദ്ദേഹം ചെയ്തിട്ടുള്ള അതിക്രൂരമായ തെറ്റ്, ആ തെറ്റിന് എതിരായി ശക്തമായ നടപടി സമൂഹത്തിന് എല്ലാ വിഭാഗങ്ങൾക്കും മാതൃകയാക്കാൻ കഴിയാവുന്ന നിലയിലുള്ള നടപടി ഈ കാര്യത്തിൽ കൊണ്ടുവരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പോലീസ് സംവിധാനം, കോടതി ഇതെല്ലാം ഉപയോഗപ്പെടുത്തി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ തെറ്റിനെതിരായിട്ടുള്ള നടപടി ശക്തമായി സമൂഹത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഈ വളരെ ആസൂത്രിതമായ നിലയിൽ അറസ്റ്റ് ചെയ്ത പോലീസ് സംവിധാനത്തെ ഈ നാടിന് തന്നെ അഭിമാനമുള്ള കാര്യമാണ്. അതിന് തയ്യാറായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും ഈ സന്ദർഭത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി ഞാൻ അഭിനന്ദിക്കുകയാണ്.